നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ മാറ്റങ്ങൾ ഇതാ വരാനിരിക്കുകയാണ്. കേരളത്തിൽ ഇതാ വമ്പൻ ടിസ്റ്റുകളാണ് നടക്കാനിരിക്കുന്നത്. കേരളത്തിൽ 2021 ഇലക്ഷനിലെ LDFന്റെ പക്കലുള്ള സീറ്റുകൾ 99 ആയിരുന്നു. ഇതിൽ CPIMനായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിച്ചത്. സ്വതന്ത്രരടക്കമുള്ള 70 സീറ്റുകൾ നേടിയെടുത്താണ് പിണറായി വിജയം നേടിയെടുത്തത്. കോൺഗ്രസിന് ആകെ 92 ഇടത്ത് മത്സരിച്ചതിൽ 21 സീറ്റുകളാണ് വിജയം നേടാൻ സാധിച്ചത്. ഇനി ഒരു അടിമുടി മാറ്റത്തിനൊരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. CPIMുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുന്നത് ഒരു ശുഭപ്രതീക്ഷ തന്നെയാണെന്നാണ് KPCC അധ്യക്ഷൻ K സുധാകരൻ പറയുന്നത്. അടുത്ത ഇലക്ഷനിൽ LDFന്റെ ഭരണം കൈവിട്ടു പോകും എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇത്. കേരളത്തിൽ നിരവധി ജില്ലകളിൽ CPIM അംഗങ്ങൾക്ക് പാർട്ടിയോട് കടുത്ത വിയോജിപ്പാണ് നിലനിൽക്കുന്നത്. കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വാദം അതിനുള്ള തെളിവുകൾ തന്നെയാണ്. തിരുവനന്തപുരം വർക്കല MLA ആയ V ജോയ് തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി. തളിപ്പറമ്പ് MLA ആയ MV ഗോവിന്ദൻ തന്നെയാണ് പാർട്ടി സെക്രട്ടറിയും. ഇത്തരത്തിൽ ഇരട്ട പദവികൾ ഒരാൾക്ക് നൽകുന്നത് CPIMന്റെ നയം അല്ല. എന്നിട്ടും ചിലർക്കായി അത് മാറ്റിമറിക്കുകയാണ്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന ആശങ്കയിലാണ് അംഗങ്ങൾ. ആലപ്പുഴയിലും പത്തനംതിട്ടയിലുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആളിക്കത്തുന്നത്. പത്തനംതിട്ടയിൽ തന്നെ നിരവധി CPIM നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കോൺഗ്രസ് വിട്ട് CPIM സ്വതന്ത്രനായി 2014 മത്സരിച്ച ഫിലിപ്പോസ് തോമസ് അടക്കം പറയുന്നത് ശരി കോൺഗ്രസ് തന്നെയായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ചെറിയാൻ ഫിലിപ്പ് ഇടത് സ്വതന്ത്രൻ ആയിരുന്നു. അദ്ദേഹം തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. ഇത്തരത്തിൽ കോൺഗ്രസ് വിട്ട് വന്ന് വീണ്ടും കോൺഗ്രസിലേക്കുള്ള ഒരു രീതി ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ തോമസ് ഐസക് ആലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്തകളും വിവിധ മീഡിയകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടിയുമായി പിണങ്ങി നിന്ന് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന G സുധാകരനും അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. LDFന്റെ ഭരണതന്ത്രങ്ങൾ പാളിയിരിക്കുകയാണ്. 2025 നവംബർ മാസം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഫലവും 2026 നിയമസഭാ ഇലക്ഷന്റെ ഫലവും വ്യാപകമായ അട്ടിമറികൾ നടക്കുമെന്ന് ഉറപ്പാണ്. വരാൻ പോകുന്ന ഇലക്ഷനുകൾ മാറ്റത്തിന്റെ തന്നെയാകുമെന്നതും ഉറപ്പ് തന്നെയാണ്.